ഡിവൈഎഫ്ഐയുടെ പുതിയ ഭാരവാഹികൾ ഇന്ന് ചുമതലയേൽക്കും. എം വിജിൻ സെക്രട്ടറിയും ചിന്താ ജെറോം സംസ്ഥാന പ്രസിഡന്റുമാകും. ചരിത്രത്തിൽ ആദ്യമായാണ് സംഘടനയ്ക്ക് വനിതാ പ്രസിഡന്റ് വരുന്നത്. എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകും. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് ഭാരവാഹികൾ ചുമതലയേൽക്കുക? ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച് നിർണായകമായ ഒരു മാറ്റത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന പ്രസിഡന്റ് വനിതയാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി നിലവിലെ MLA-യും SFI മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന എൻ വിജിൻ ചുമതലയേൽക്കും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃശ്ശൂരിൽ ചേരുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഔദ്യോഗികമായി തന്നെ ഈ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ CPM-ന്റെ ഒരു പിന്തുണ ചിന്തയ്ക്കും വിജിനും ഉണ്ടായിരുന്നു. പക്ഷേ പ്രായപരിധി 38 വയസ്സ് കർശനമാക്കിയതിൽ മറ്റ് ഡിവൈഎഫ്ഐ നേതാക്കൾക്കുൾപ്പെടെ വലിയ അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് ഷിജു ഖാൻ, M ഷാജർ അടക്കമുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ പ്രായപരിധി നിശ്ചയിച്ചിരുന്നില്ല. പക്ഷേ 38 വയസ്സ് കർശനമാക്കിയതോടുകൂടിയാണ് M ഷാജറിനുൾപ്പെടെ അവസരം നഷ്ടമായത്. അങ്ങനെയാണ് M വിജിനും ഒപ്പം ചിന്താ ജെറോമും ഡിവൈഎഫ്ഐയുടെ നേതൃനിരയിലേക്ക് വരുന്നത്. ഇന്ന് ചേരുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഔദ്യോഗികമായി തന്നെ ഈ ഭാരവാഹികളെ പ്രഖ്യാപിക്കും. നേരത്തെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള പേരുകൾ നിർദ്ദേശിച്ചിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ M വിജിൻ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും ചിന്താ ജെറോം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റുമാകും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.